ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിഷക്കേക്ക് മുറിച്ച് ആദ്യത്തെ പീസ് വിനയന് തന്നെ കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. വിനയൻ ആ കേക്ക് നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ നോക്കി നിൽക്കുകയും ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. പിന്നീടാണെങ്കിൽ അടുത്ത പീസ് മുറിച്ചിട്ട് പ്രതിഭയ്ക്ക് കൊടുക്കാനായിട്ട് നീട്ടുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും നായിക അങ്ങോട്ടേക്ക് വരുന്നു. അയ്യോ, ആ കേക്ക് കഴിക്കല്ലേ, ആ കേക്കിൽ വിഷം ചേർത്തിട്ടുണ്ടേ, ആ കേക്ക് കഴിക്കില്ലേ എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന വിനയൻ ആദ്യം ഞെട്ടുക കേട്ടോ ചെയ്യുന്നത്. വിഷം ചേർത്തിട്ടുണ്ടെന്നോ, ഇയാൾ എന്ത് ചെയ്യുമെന്ന് പറയുന്നതെന്നുള്ള രീതിയിൽ. അപ്പോൾ ഉടനെ എന്താടോ താൻ ഈ പറയുന്നതെന്ന് പ്രതിഭ ചോദിക്കുന്നു. ഇതേ മാഡം, ആ മറ്റേ കേക്കാണിത്, മറ്റേ കേക്കോ, അതേത് കേക്കെന്ന് ചോദിക്കാം കേട്ടോ ചെയ്യുന്നത് പ്രതിഭ. നമ്മൾ കൊടുത്തു വിട്ടില്ലേ മല്ലികയെ കൊല്ലുന്നതിന് വേണ്ടി വിഷം കലർത്തിയ കേക്ക്, ആ കേക്കാന്ന് പറയും. ഇത് കേൾക്കുന്ന വിനയൻ ആകെ അന്തം വിട്ട് നിൽക്കുക, കണ്ണും തള്ളി കേട്ടോ. അപ്പം തന്നെ സോനയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പിന്നീട് നായിക്ക് പറയുന്നുണ്ട്, നിങ്ങൾ കഴിച്ച് കാണുമെന്നുള്ള പേടിയിൽ ഞാനിങ്ങോട്ട് ഓടി വന്ന, എന്തായാലും ഭാഗ്യം നിങ്ങളാരും കഴിച്ചില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ വിനയം പറയട്ടോ ചെയ്യും, അതിൽ ഒരു പീസ് ഞാൻ കഴിച്ചോടോ നായിക്കെന്ന് പറയുന്നു. കഴിച്ച ഉടനെ മരണം ഉറപ്പാണെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത് നായിക. താൻ എന്താടോ ഈ പറയുന്നത്, ഈ കഴിച്ചതിന് ശേഷമാണോ ഇതൊക്കെ വന്ന് പറയുന്നതെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് പ്രതിഭ. മല്ലികയ്ക്ക് കൊടുത്ത കേക്കോ, അതെങ്ങനെ അവൾ എനിക്ക് തന്നു എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് പ്രതിഭ. അത് മാറി തന്നതായിരിക്കും മാഡം, അവരെ അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടെന്നുള്ളത്, അതറിയാതെയല്ലേ അവർ മാഡത്തിനെടുത്ത് തന്നതെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത് നായിക്ക്. അങ്ങനെ എന്താണെങ്കിലും ബാക്കി ആരും വിഷക്കേക്ക് കഴിച്ചില്ല, വിനയൻ മാത്രം കേട്ടോ കഴിച്ചത്. അപ്പോൾ വിനയന് കുറച്ച് പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ നായിക്ക് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അയ്യോ, ഞാൻ കഴിച്ചല്ലോ, ഞാനിപ്പോൾ താഴെ വീഴുവേന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അയ്യോ, കഴിച്ചല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നായിക്ക് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. പറഞ്ഞ് തീരും മുമ്പ് വിനയൻ തലകറങ്ങി താഴെ വീഴുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും തന്നെ എല്ലാവരും പോയി വിനയനെ വാരിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സോന മാത്രം പോകുന്നില്ല. അപ്പോൾ സോന പറയുന്നുണ്ട്, ഇങ്ങനെ തന്നെ വേണം, വാളെടുത്തവൻ വാളാണെന്ന് കേട്ടിട്ടില്ലേ, അത് തന്നെ ഇപ്പോൾ സംഭവിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ പ്രതിഭ പറയുന്നു, നീ മോളെ പോയി ആ കേക്ക് എടുത്ത് വേസ്റ്റ് ബിന്നിലിട്ടോ, ആരും കഴിക്കേണ്ട, അതിൽ വിഷം ചേർത്തിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ വിനയന് ബോധം വരിക കേട്ടോ ചെയ്യുന്നത്. ഞാൻ എവിടെയാണോ ഇപ്പോൾ, നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് ചോദിക്കുന്നു. രണ്ടുമല്ല, ക്ലിനിക്കിലാണെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത് നായിക. അയ്യോ, ഞാൻ മരിച്ചില്ല അല്ലേ എന്ന് പറഞ്ഞു. ഇല്ലയെന്ന് പറയുന്നു. കഷ്ടി രക്ഷപ്പെട്ടു എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത് നായിക. എന്താടോ ഇത്, ആ മല്ലികയെ എത്ര കൊല്ലാൻ നോക്കിയാലും അവർ ചാവുന്നില്ല, അവർക്ക് എന്തോ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടല്ലേ അവരെ നമ്മൾ എത്ര കൊല്ലാൻ നോക്കിയിട്ടും ചാവാത്തതെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അത് വിനയൻ പറഞ്ഞത് ശരി തന്നെയാണ്, നമ്മളിനി നോക്കാത്ത വഴികളൊന്നുമില്ലല്ലോ, എത്ര നോക്കിയിട്ടും അവർക്കാണെങ്കിൽ ഒന്നും സംഭവിക്കുന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയട്ടോ ചെയ്യുന്നത് നായിക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അവരെ തീർക്കാനായിട്ടെന്ന് വിനയൻ ചോദിക്കുന്നു. അപ്പോൾ നായിക്ക് പറയുന്നത്, എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങട്ടെ, നല്ലൊരു വഴി തന്നെ ആലോചിക്കണം, ഇനി ബുദ്ധിപൂർവ്വമേ നീങ്ങാനായിട്ട് പാടുള്ളൂ, അല്ലാതെ ഒരു തരത്തിലും മല്ലികയെ തീർക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് നായിക്ക് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാമെന്ന് നായിക്ക് പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്ന മല്ലികാമയും ചിത്തിരയുമാണ്. ചിത്തിര വന്ന് മല്ലികാമയോട് പറയുന്നുണ്ട് കേട്ടോ, ഇതേ നമ്മൾക്ക് ന്യൂ ഇയർ ഒക്കെ അല്ലേ, ആഘോഷമൊക്കെ നടത്തണ്ടേന്ന് ഇങ്ങനെ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ ചോദിക്കുന്നു, എന്താഘോഷം, അല്ല നമുക്ക് സാന്താക്ലോസിൻ്റെ വേഷം അറിയാം, യു മീൻ പപ്പാനി, പപ്പാനിയുടെ വേഷത്തിൽ നമുക്ക് തെരുവിലൂടെ നടക്കാം, എല്ലാവർക്കും നമുക്ക് ഹാപ്പി ന്യൂ ഇയർ നേരാന്ന് പറയുന്നു. ഞാൻ നാളെ ഭാവിയിലെ മുഖ്യമന്ത്രി ആകേണ്ട ആളല്ലേ, എൻ്റെ ഓർമ്മക്കുറിപ്പൊക്കെ ഞാൻ എഴുതുമ്പോഴത്തേക്കും എനിക്കൊരു നല്ലൊരു ഓർമ്മയുള്ള ദിവസം വേണ്ടി, അതായിട്ട് മാറ്റാനായിട്ട് സാധിക്കും ഈ ന്യൂ ഇയർ എന്നും പറയാം കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്നും. നമ്മൾ തെരുവിലേക്ക് നിൽക്കുന്നു, ഓരോരുത്തരെയും കാണുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പറയുന്നു ഹാപ്പി ന്യൂ ഇയർ, അപ്പം നീ അവിടെ നിന്ന് എന്ത് പറയും മോളെ, ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അവരങ്ങനെ സാന്തയുടെ വേഷമൊക്കെ ഇട്ട് തെരുവിലേക്ക് ഇറങ്ങാനായിട്ട് തീരുമാനിക്കുന്നു. ഈ വിവരം നായിക്കിനും വിനയനും കിട്ടുക കേട്ടോ ചെയ്യുന്നത്. നായിക്ക് വിനയനെ വിളിച്ചു വരുത്തുന്നുണ്ട്. നായിക്ക് എന്തിനാണ് വിളിച്ചതെന്ന് എനിക്കറിയാം, നായിക്കിനെ വിവരം തന്ന അതേ പോലീസുകാരൻ തന്നെ എന്നെയും വിളിച്ച് ഈ കാര്യം പറഞ്ഞിരുന്നു, മല്ലികയും ചിത്തിരയും സാന്തയുടെ വേഷത്തിൽ തെരുവിലേക്ക് ഇറങ്ങി ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നു. എനിക്കും ഉണ്ടോ ഡിപ്പാർട്ട്മെൻറ്റിൽ പരിചയമുള്ള ആൾക്കാരെ പിടിപാടുമുണ്ടെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേ നായിക്ക് ചിരിച്ചോണ്ട് പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, ഞാൻ പോയാലും വിനയൻ ഇവിടെ ജീവിച്ചു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും താൻ പറഞ്ഞേക്കല്ലേ, താൻ ഇവിടെ വിട്ട് എങ്ങോട്ടും പോകരുത്, ഞങ്ങളുടെ കൂടെ തന്നെ വേണമെന്ന് വിനയൻ പറയാം കേട്ടോ ചെയ്യുന്നത്. എന്താ വിനയൻ്റെ പ്ലാൻ എന്ന് നായിക്ക് ചോദിക്കുന്നുണ്ട്. ബുദ്ധിപരമായി തന്നെ നീങ്ങണമെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ വിനയൻ പറയുന്നുണ്ട്, അവരെന്തായാലും സാന്തയുടെ വേഷത്തിലല്ലേ ചെയ്യുന്നത്, ഞാനും ഒരു സാന്താക്ലോസിൻ്റെ വേഷമണിയും, എന്നിട്ട് ഞാൻ അവരുടെ പിന്നാലെ തന്നെ കൂടും, അതിനുശേഷം എനിക്ക് തക്കമായൊരു അവസരം കിട്ടുമ്പോഴത്തേക്ക് രണ്ടിൻ്റെയും കഥ കഴിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ നായിക്ക് പറയുന്നുണ്ട്, രണ്ടുപേരും ഒരുപോലെ ടാർഗറ്റ് ചെയ്യേണ്ട, ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്താൽ മതി, എങ്കിൽ മാത്രമേ പ്ലാൻ വിജയിക്കത്തുള്ളൂ. മല്ലികയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, മല്ലികയെ കുത്തി വീഴ്ത്തിയതിന് ശേഷം
നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി വിനയൻ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. എല്ലാ സഹായത്തിനും ഞാനും കൂടെ ഉണ്ടാകുമെന്ന് നായിക്കും പറയുന്നുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം ഞാൻ തെളിയിക്കുമ്പോഴോ ഈ വിനയൻ്റെ ശക്തി എന്താണെന്ന്, വിനയൻ ആരാണെന്ന് എല്ലാവരുടെയും മുമ്പിൽ ഞാൻ തെളിയിക്കും. ഈ നാളത്തോടു കൂടി മല്ലികയുടെ അന്ത്യമാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ വിനയനാണെങ്കിൽ സാന്തയുടെ വേഷമൊക്കെ അണിയാൻ തീരുമാനിക്കുന്നു. വേഷമൊക്കെ അണിഞ്ഞുകൊണ്ട് കയ്യിലൊരു കത്തിയുമായിട്ട് മല്ലികാമ്മയുടെയും ചിത്തിരയുടെയും പുറകെ തന്നെ വച്ചു പിടിക്കുകയാട്ടോ ചെയ്യുന്നത്. ഇവിടെ മല്ലികാമ്മയും ചിത്തിരയും ഹരിയും കൂടെ റോഡിലേക്ക് ഇറങ്ങാനായിട്ട് തീരുമാനിക്കുന്നു. സാന്തയുടെ വേഷമൊക്കെ ഇടുന്നു, മുഖംമൂടിയൊക്കെ വെക്കുന്നു മല്ലികാമ്മ. എന്നിട്ട് വെയിലത്തു കൂടെയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഓരോ കടകളും റോഡരികിലുള്ള ആൾക്കാരോടും ഒക്കെ ഹാപ്പി ന്യൂ ഇയർ പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ വിനയൻ ഇങ്ങനെ പോകുന്നത് ഒരു ട്രാഫിക് പോലീസ് കാണുന്നുണ്ട് കേട്ടോ. വിനയൻ്റെ പോക്കിൽ ഒരു പന്തി കേട്ട് തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ ഉടനെ തന്നെ കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഒരാൾ സാൻഡയുടെ വേഷത്തിൽ ഒരു സംശയാസ്പദമായിട്ട് നീങ്ങുന്നുണ്ട്, ഉടനെ തന്നെ ഇങ്ങോട്ട് എത്തണമെന്ന് പറയുന്നു. പിന്നീട് മല്ലികാമ്മയ്ക്ക് ക്ഷീണം തോന്നുക കേട്ടോ ചെയ്യുന്നത്. മല്ലികാമ്മ പറയുന്നുണ്ട്, കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്ന പോലെ, ഞാനിവിടെ ഇരിക്കട്ടെ, നിങ്ങൾ പോയി നടന്നിട്ട് വാന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ കളയല്ലേ അച്ചമ്മേ, മൂട് വാ അച്ചമ്മയെന്നും പറഞ്ഞ് ചിത്തിര വിളിക്കുന്നുണ്ട്. എനിക്ക് നടക്കാൻ പറ്റുന്നില്ലെന്നേ, സ്റ്റാമിനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത് ചിത്തിര. ഇന്നെന്തോ പറ്റുന്നില്ല, നിങ്ങൾ പോയിട്ട് വാന്ന് പറയുന്നു. മല്ലികാമ്മ അവിടെ റെസ്റ്റ് എടുക്കാട്ടോ ചെയ്യുന്നത്. ഇത് കാണുകയാണ് വിനയൻ. ഇത് തന്നെ പറ്റിയ അവസരമെന്ന് വിനയൻ മനസ്സിൽ കരുതുന്നു. അങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത്, മല്ലിക തന്നെയാണോ അവിടെ ഇരിക്കുന്നതെന്നൊക്കെ. അതിനുശേഷം സാൻഡയുടെ മുഖംമൂടിയൊക്കെ വെച്ചതിന് ശേഷം കയ്യിലുള്ള കത്തിയും കൂടെ എടുക്കുകട്ടോ ചെയ്യുന്നത്. എന്നിട്ട് മല്ലികാമ്മയെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്താനായിട്ട് വിനയൻ അങ്ങോട്ടേക്ക് പോകുന്നു. ഇതേ സമയം തന്നെ ആ പോലീസുകാരൻ വിനയൻ ചെയ്യുന്ന ആ കാര്യം കാണുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ തന്നെ കൺട്രോൾ റൂമിൽ വിളിച്ചും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മല്ലികാമ്മയുടെ അടുക്കലേക്ക് കത്തിയുമായിട്ട് വിനയൻ എത്തുന്നു. പോലീസുകാരൻ അവിടെ നിന്ന് നോക്കുന്നു. അപ്പോൾ തന്നെ ഒരു വണ്ടി പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നു. എവിടെയോ അയാളെന്ന് ചോദിക്കുന്നു ആ പോലീസുകാർ. ദാ പോകുന്നു, അയാൾ ചെയ്യാൻ പോകുന്ന കാര്യം കണ്ടത്, ഈ സ്ത്രീയെ കൊല്ലാനായിട്ടാണ് അയാൾ നോക്കുന്നത്, കയ്യിലൊരു കത്തിയും ഉണ്ടെന്ന് പറയുന്നു. ശരിയെന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരെല്ലാവരും വിനയൻ്റെ അടുക്കലേക്ക് പോവുകട്ടോ ചെയ്യുന്നത്. അങ്ങനെ മല്ലികാമ്മയുടെ അടുക്കലേക്ക് വിനയൻ എത്തുന്ന അതേ നിമിഷം തന്നെ വിനയനെ പോലീസുകാർ പൊക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ വിനയൻ പറയുന്നു, അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ വിട് എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ തന്നെ മല്ലികാമ്മയെ കുത്തി വീഴ്ത്താനുള്ള വിനയൻ്റെ ശ്രമം അവിടെ പൊളിച്ചെടുക്കുകയാണ് പോലീസുകാർ ചെയ്യുന്നത്. മല്ലികാമ്മ അന്തം വിട്ട് നോക്കുക കേട്ടോ. പോലീസുകാർ പറയുന്നുണ്ട്, നിങ്ങളെ കുറേ നേരം കൊണ്ട് ഇയാൾ ഫോളോ ചെയ്യായിരുന്നു, നിങ്ങളെ അപായപ്പെടുത്താനാണ് ഇയാൾ ശ്രമിച്ചത്, ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടാണ് വന്നതെന്ന് പറയട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന മല്ലികാമ്മ ഇങ്ങനെ ഞെട്ടലോട് കൂടി നോക്കുക കേട്ടോ ചെയ്യുന്നത്, ഇത് ആരാന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കും ചിത്തിരയും ഹരിയും എവിടെയെന്നുള്ള ചിന്ത വരിക കേട്ടോ ചെയ്യുന്നത്. അവർക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് പേടിച്ച് മല്ലികാമ്മ അവരെ തപ്പി പോവുക കേട്ടോ ചെയ്യുന്നത്. അതിനുള്ളിൽ തന്നെ എന്നെ വിടുന്ന് വിനയം കിടന്ന് അലറി വിളിക്കുന്നുണ്ട്. പക്ഷേ മുഖം മൂടി മാറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വിനയനാണെന്നുള്ളത് മല്ലികാമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പോലീസുകാർ വിനയനെയും തൂക്കിയെടുത്ത് ജീപ്പിലിട്ടുകൊണ്ട് പോവുക കേട്ടോ ചെയ്യുന്നത്. മല്ലികാമ്മ പതുക്കെ അവിടെ നിന്ന് നടക്കാനും തുടങ്ങുന്നുണ്ട് കേട്ടോ. നടന്ന് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും മല്ലികാമ്മയ്ക്ക് നടന്ന് നീങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്നു, കണ്ണിൽ ഇരുട്ട് കയറും പോലെയൊക്കെ തോന്നുന്നു, നെഞ്ച് വേദന അനുഭവപ്പെടുക കേട്ടോ ചെയ്യുന്നത്. നെഞ്ചൊക്കെ പിടിച്ചുകൊണ്ടാണ് മല്ലികാമ്മ നടക്കുന്നത് കേട്ടോ. അപ്പം തന്നെ മല്ലികാമ്മയ്ക്ക് തല കറങ്ങും പോലെ തോന്നുകയും കുഴഞ്ഞു വീഴുകയും ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. മിക്കവാറും മല്ലികാമ്മ മരിക്കാനാണ് കേട്ടോ സാധ്യത. കാരണം ആർക്കും മല്ലികാമ്മയുടെ ജീവൻ എടുക്കാനായിട്ട് സാധിക്കില്ല, ദൈവത്തിനു മാത്രമേ അതിന് കഴിയത്തുള്ളൂ. പലരും കൊല്ലാൻ നോക്കി, മല്ലികാമ്മ മരിച്ചില്ല. പക്ഷേ ദൈവം വിളിക്കുന്ന സമയത്ത് മല്ലികാമ്മയ്ക്ക് പോകാതിരിക്കാനായിട്ട് സാധിക്കത്തില്ലല്ലോ. ആ സമയം അടുത്തു. അങ്ങനെ മല്ലികാമ്മയുടെ കഥ അതോടുകൂടി കഴിയുകട്ടോ ചെയ്യുന്നത്. മല്ലികാമ്മ അവിടെ മരിച്ചു വീഴുന്നു. ഹരിയും അതുപോലെ തന്നെ ചിത്തിരയും ഈ സീൻ കാണുന്നു. അവർ സന്തോഷത്തോടു കൂടി ചിരിച്ച് കളിച്ച് വരുമ്പോഴാട്ടോ മല്ലികാമ്മ നടു റോട്ടിൽ കിടക്കുന്നത് കാണുന്നത്. ഞെട്ടിത്തരിച്ച ഹരിയും ചിത്തിരയും കൂടെ അച്ചമ്മയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഓടി വരിക കേട്ടോ ചെയ്യുന്നത്. അവർ വരുന്നു, മല്ലികാമ്മയുടെ അടുക്കൽ എത്തുന്നു. മല്ലികാമ്മയെ അച്ചമ്മയെന്ന് പറഞ്ഞ് ആഞ്ഞു വിളിക്കുന്നു, കുലുക്കി വിളിക്കുന്നു, പല രീതിയിലും വിളിച്ചു നോക്കുന്നു. മല്ലികാമ്മ കണ്ണ് തുറക്കുന്നില്ല. മല്ലികാമ്മയുടെ കഥ അവിടെ തീരുക കേട്ടോ ചെയ്യുന്നത്. ദൈവം വിളിച്ച സമയത്ത് മല്ലികാമ്മയ്ക്ക് പോകേണ്ടി വരുന്നു. പലരും ശ്രമിച്ചിട്ട് നടന്നില്ല. മല്ലികാമ്മ പണ്ടൊരു വാക്ക് പറഞ്ഞിരുന്നു, ചിത്തിര എൻ്റെ അടുക്കലേക്ക് എങ്ങനെയെങ്കിലും തിരികെ വരും, തിരികെ വന്നതിന് ശേഷമായിരിക്കും തൻ്റെ മരണം സംഭവിക്കുന്നത്. അത് തന്നെ സംഭവിച്ചു. ഇനി ചിത്തിര ക്യാപ്റ്റൻ്റെ അടുക്കലേക്ക് തിരികെ പോകുന്ന കാണാം.